നമസ്തേ. അനേകായിരം വർഷങ്ങൾ കൊണ്ട് ഭൂമിക്കടിയിൽ വിളഞ്ഞുണ്ടാകുന്നതാണ് രത്നങ്ങൾ. അതുപോലെ തന്നെ ഒരു രത്നം നമുക്ക് ജനറേഷൻ ടു ജനറേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുമാണ്. രത്നങ്ങളെക്കുറിച്ച് കൂടുതലറിയാം രത്നശാസ്ത്രയിൽ. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ പുതിയൊരു രത്നം നിങ്ങൾ പരിചയപ്പെടുത്തി എന്ന് പറയുന്ന ധാരാളം പേരുണ്ടായിരുന്നു. അതെ അതെ. അതായത് രത്നശാസ്ത്രയിൽ അപൂർവങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അധികം സുപരിചിതമല്ലാത്ത പല രത്നങ്ങളും നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താറുണ്ട്. അതുപോലെ ഒരു രത്നം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലോകത്തിൻ്റെ പല പല സ്ഥലങ്ങളിലും പലയിടത്തും മൈനിങ്ങുകൾ നടക്കുകയും പുതിയ അതായത് ഭൂമിക്കടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഭൂമിക്കടിയിലുണ്ടാകുന്ന ആ ഒരു ഭൂപ്രകൃതി അല്ല മണ്ണിൻ്റെ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ മിനറൽസിൻ്റെ വ്യതിയാനങ്ങളെ കൊണ്ടിട്ട് പലതരത്തിലുള്ള രത്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലൂ സഫയർ തന്നെ മഞ്ഞച്ച ഇന്ദ്രനീലം എന്നും പറഞ്ഞിട്ട് കല്ലുണ്ട്, ഒരു കൊണ്ടിരിപ്പുണ്ട്. മഞ്ഞ ഇന്ദ്രനീലമാണ് പകുതി യെല്ലോ സഫയർ. അപ്പോൾ ഇത് ഈ യെല്ലോ സഫയറിൻ്റെ ആ കളർ വന്ന് ഈ കല്ലിനകത്ത് കയറിയിരിക്കുമോ. മഞ്ഞച്ച ഇന്ദ്രനീലം എന്നാണ് പറയുന്നത്. ഞാനത് കൊടുക്കാറുണ്ട്. ബ്ലൂ സഫയർ യെല്ലോ സഫയറും മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കല്ല് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ കളർ മിനറൽ കണ്ടൻ്റ് എല്ലാം ഒന്നാണ്, പക്ഷെ കളർ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് ഉപയോഗിക്കാം. ബ്ലൂ സഫയറും യെല്ലോ സഫയറും കൂടെ കൊടുക്കുന്ന വളരെ റെയർ ആയിട്ടുള്ള പല ചാർട്ടിലും ചില റെയർ ചാർട്ടുകളിൽ അത് കൊടുക്കുന്നത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സംഗതികളാണ്. അപ്പോൾ പ്രകൃതിയിൽ ഇപ്പം എന്നും കൊന്നും ഒരേപോലത്തെ രത്നങ്ങളും ഒരേ ടൈപ്പും ഒരേ കാറ്റഗറി അല്ല ഉണ്ടാകുന്നത്, ഇഷ്ടംപോലെ ഉള്ളത്. അതിലൊന്നും മറ്റതാണ് ഈ ടാൻസനൈറ്റ് എന്ന് പറയുന്ന രത്നം. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമാണിത് കിട്ടുന്നത്. അതൊരു പ്രത്യേകതയല്ല. 7 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു രാജ്യത്ത് മാത്രം, ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടാകുന്ന രത്നമാണ് ടാൻസനൈറ്റ്. വേറെ ഒരിടത്തും അത് ഇന്ന് വരെ അറിയില്ല, നാളത്തെ കാര്യം നമുക്കറിയത്തില്ല, മറ്റെവിടെയെങ്കിലും കണ്ടുപിടിക്കുമോ നമുക്കറിയില്ല, ഒന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആസ് ഓഫ് നൗ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള അപൂർവമായുള്ള രത്നം, ഇതെല്ലാം മനുഷ്യനും വേണ്ടിയിട്ട് പ്രകൃതി വലിയ വിഭവങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മളത് കണ്ടെത്തുന്നതിനുള്ള ഒരു കാലതാമസമൊക്കെയാണ് അറിയാനായിട്ടുള്ളൊരു ഇത്. ആൾക്കാർ മൈനിങ് എക്സ്പേർട്ടുകളുണ്ട്, അവരുടെ ചിന്തയും ഊണും ഉറക്കവും എല്ലാം ഇതിനെക്കുറിച്ചിട്ടാണ്. അതിങ്ങനെ അവർ കണ്ടുപിടിക്കുക ചെയ്യുന്നത്, ഇന്ന ഭൂമി ഇന്ന സ്ഥലങ്ങളെയും. അപ്പോൾ ആ പ്രകൃതി, അവിടെ ഉണ്ടാകുന്ന വൃക്ഷലതാദികൾ, അവിടുത്തെ ആ മണ്ണിൻ്റെ സ്വഭാവങ്ങളെല്ലാം വെച്ചുകൊണ്ട് അവരൊരു അസസ്മെൻറ്റിൽ എത്തുക ചെയ്യുന്നത്. ഇന്ന സ്ഥലത്ത് ഇന്ന രത്നം കാണണം, ഇന്ന മിനറൽസ് ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കുന്നത്. അല്ല ചുമ്മാ പോയി മാന്തുമല്ലല്ലോ. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയതിന് ശേഷമാണ് അതിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു ഈ ടാൻസനൈറ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞപ്പം നമുക്ക് അവിടെ ഈ പറയുന്ന ഇന്ദ്രനീലത്തെ അല്ലെങ്കിൽ ബ്ലൂ സഫയറിനെ കുറിച്ച് ഒന്ന് ടച്ച് ചെയ്യാതെ പോകാനായിട്ട് പറ്റത്തില്ല. അപ്പം എൻ്റെ കിങ് ഓഫ് ബ്ലൂ കളേഴ്സ് എന്ന് പറയുന്നത് ഇന്ദ്രനീലം തന്നെയാണ്. പക്ഷേ ഈ ഇന്ദ്രനീലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് പലരും ഒരു ചെറിയ പേടിയോടെയൊക്കെ കണ്ടു പോകുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു രത്നമാണ് ഇന്ദ്രനീലം എന്ന് പറയുന്നത്. ദശാകാലങ്ങൾ നോക്കി ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള രീതിയാണെന്നുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ചാർട്ടിലൂടെ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്രഹനിലകൾ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ദശാകാലം രണ്ടാമത് നോക്കാറുള്ളൂ. ഇയാളൊക്കെ ഏതൊക്കെ തരത്തിലാണ്, ഏത് ഗ്രഹം സപ്പോർട്ട് ചെയ്യുന്നു, ഏത് ഗ്രഹം ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നു, എന്താണ് അനുകൂല ഘടകങ്ങൾ, പ്രതികൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്, അനുകൂല ഘടകങ്ങൾക്ക് ബലമുണ്ടോ, പ്രതികൂല ഘടകങ്ങൾക്കാണോ കൂടുതൽ ബലം, ഏത് പ്ലാനറ്റാണ് ഏറ്റവും കൂടുതൽ ഈ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതായിരിക്കും അവരുടെ ക്യാരക്ടർ. പിന്നെ ഏത് ഗ്രഹമാണോ ആ ഗ്രഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഇദ്ദേഹത്തിനുണ്ടാവും. ആകത്തുക പുള്ളി ആ ക്യാരക്ടറായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വ്യാഴം, ജൂപ്പിറ്റർ എന്ന് പറയുന്ന വ്യാഴം വളരെ എക്സോൾട്ടഡായിട്ടും ഉച്ചസ്ഥിതിയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ട് നിൽക്കുന്നു. മറ്റു ഡിവിഷണൽ ചാർട്ടുകളിലൊക്കെ പറഞ്ഞാൽ ആളൊരു സാത്വികനായിരിക്കും, ആളൊരു ഗുരുവായിരിക്കും, ഗുരുസ്ഥാനം ഉണ്ടാകും. ഇങ്ങനെ രാഹു എന്ന് പറയുന്ന പ്ലാനറ്റാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെങ്കിൽ ആൾക്ക് നമുക്ക് ഈ പോയിസൺ പോലെ എന്ന് വെച്ചാൽ ഈ വിഷാംശം, മദ്യം,
ലിക്വറിനൊക്കെ കൂടുതലും ഒരു ആസക്തി ഉണ്ടാകും. കാരണം രാഹു ഒരു പോയിസണാണ്. മനസ്സിലായില്ലേ? നമുക്കൊരു ജനറൽ ഒരു ഐഡിയ നമുക്ക് ശനിയാണ് ഇൻഫ്ലുവൻഷ്യൽ എന്ന് പറയുക. അയാളൊരു നല്ല ബിസിനസ്സുകാരനായിരിക്കും. കാര്യം അയാൾ ജോലിയായിരിക്കും ചെയ്യുന്നത്, പക്ഷേ അയാൾക്ക് എപ്പോഴും ഒരു ബിസിനസ് ചിന്താഗതി കാണും. എന്തെങ്കിലും അയാൾ ബിസിനസ്സിൽ വന്ന് പെടും. അയാളുടെ കരിയർ 10th ഹൗസുമായിട്ട് ശനിക്ക് ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചേരാനുള്ള ചാൻസസ് ധാരാളമായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മളിത് അനലൈസ് ചെയ്ത് പോകുന്നത്. എന്നാലും ഒരു ബർത്ത് ചാർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ ചെക്ക് ചെയ്യുന്നത് സൂര്യചന്ദ്രന്മാരുടെ നില പൊസിഷനിങ്ങാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ പറഞ്ഞ ചാർട്ടിൽ ആൾക്ക് ബ്ലൂ സഫയർ ഒട്ടും അനുകൂലമല്ലായിരുന്നു. ശനിയുടെ ദശാകാലമാണെങ്കിലും അല്ലെങ്കിൽ ആളുടെ ചാർട്ടിൽ നോക്കിയിട്ടാണെങ്കിലും ശനിയുടെ കല്ല് ആൾക്ക് ഒട്ടും പറ്റില്ല. കാരണം വെച്ചാൽ ശനിയാണ് പുള്ളിക്ക് ഏറ്റവും അധികം മൈനസായിട്ട് നിൽക്കുന്നത്, ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത്. പഴയ ബർത്ത് കർമാസ് കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. പുള്ളിയുടെ 7th ഹൗസ് എന്ന് പറഞ്ഞ 7ാം ഭാവം ഭാര്യാസ്ഥാനത്ത് ശരിക്കും ശനിയുടെ ഹൗസായിട്ടുള്ള കുംഭമാണ്. ചിങ്ങലഗ്നം, കുംഭത്തിൽ രാഹുവാണ് നിൽക്കുന്നത്, സർപ്പമാണ്. കൊത്തി 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 നിൽക്കും പാർട്ണർ. അതിൻ്റെ അധിപനം പോയി നിൽക്കുന്നത് നീചത്തിൽ. അപ്പോൾ ശനി ഭയങ്കര നെഗറ്റീവാണ്. അയാൾ ആ ശനി ദശാകാലം വന്നപ്പോൾ കൂടുതലായിട്ടും ഓരോ ദശാകാലങ്ങളും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കോളേജിൽ ക്ലാസ് എടുക്കാൻ വരുന്ന പോലെ. ഫിസിക്സിൻ്റെ സാറ് വന്നു പഠിപ്പിച്ചു. അതായത് വ്യാഴത്തിൻ്റെ പീരീഡുകളായിരുന്നു ഈ 16 കൊല്ലം പുള്ളിക്ക്. ഈ 19 കൊല്ലം വേറെ മാത്സിൻ്റെ സാറാണ് വരുന്നത്. സ്ട്രിക്റ്റാണ്, വളരെ മോശമായിട്ടാണ് പുള്ളിയുടെ ആ ഗ്രഹനിലയിൽ നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ അതാത് ദശാകാലങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്കത് എന്തായാലും അത് മൈനസ് ആയി വരുന്നതെന്ന് വെച്ചാൽ ആ പ്ലാനറ്റ് ഓപ്പോസിറ്റായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ചാർട്ട് നിൽക്കുന്നത്. പ്ലസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ആ കാലഘട്ടത്തിൽ പുരോഗതികളുണ്ടാവും. എന്നാൽ ഇതിന് മുന്നേയും ഈ പ്ലാനറ്ററി പൊസിഷൻ തന്നെയാണല്ലോ പുള്ളിക്ക് നിന്നിരുന്നത്. പക്ഷേ മുന്നേ പുള്ളിക്ക് മൈനസ് പോയിൻറ്റ്സ് ഉണ്ടാക്കുന്ന ഗ്രഹത്തിൻ്റെ പീരീഡായിരുന്നു. അന്നേരം ഈ പ്ലസ്സിലോട്ട് കയറത്തില്ല പുള്ളി. ഇവിടെയാണ് നമ്മൾ രത്നങ്ങൾ കൊണ്ട് നമ്മൾ ഇതൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ. അപ്പോൾ ഇദ്ദേഹത്തിന് ശനി മോശം, ശനിയുടെ ദശാകാലം മോശം. പുള്ളിയുടെ പാർട്ട്ണറുമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ, കോർട്ട് കേസ് വരെ വന്ന് നിൽക്കുന്ന സ്ഥിതിയിൽ പുള്ളിക്ക് ഒരിക്കലും ശനിയുടെ കല്ലവിടെ കൊടുക്കാൻ പറ്റില്ല ദശാകാലമാണെങ്കിലും. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന സൂര്യചന്ദ്രന്മാരുടെ കല്ല്. അന്നേരം പുള്ളിക്ക് വെട്ടവും വെളിച്ചവും ലൈറ്റും ഒക്കെ പുള്ളിയുടെ ലൈഫിലേക്ക് കുറേശ്ശെ കടക്കും. നമ്മൾ പറഞ്ഞു വന്ന പോലെ ഒരു ബർത്ത് ചാർട്ടിൽ ഈ സൂര്യചന്ദ്രന്മാരുടെ ഒരു പ്രാധാന്യം അതെങ്ങനെയാണ്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കാണുന്ന അവരെ മാത്രമല്ലേ ഉള്ളൂ. അവരെ പ്രത്യക്ഷ ഈശ്വരന്മാരായിട്ടാണ് കണക്കുള്ളത് സൂര്യചന്ദ്രന്മാർ. നമ്മൾ കാണുന്നതും പണ്ടും ഇപ്പോഴും ആൾക്കാർ, പല പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാരും ഒക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്ത് വരുന്ന. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെന്നും സൂര്യനെ കണ്ട് നമസ്കരിക്കും, വെള്ളം തർപ്പണമൊക്കെ ചെയ്ത് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഈ സമയം ആ റേസ് നമുക്ക് കിട്ടുക ചെയ്യുന്നത്. മനസ്സിലായോ? സകല ചരാചരങ്ങളെ 30 കോടി ദേവന്മാരുടെയും ദേവതകളുടെയും ബലം സൂര്യന് ഉണ്ടെന്നാണ് പറയുന്നത്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചൈതന്യം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരാളുടെ ബർത്ത് ചാർട്ടിൽ സൂര്യനും ചന്ദ്രനും അയാൾക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സാരമായ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ബാധിക്കാതെ പോകും. കാരണം സൂര്യൻ നല്ല വെട്ടവും വെളിച്ചവും പകല് തരുന്ന ഗ്രഹം, ചന്ദ്രൻ രാത്രിയിൽ പ്രകാശം തരുന്നു. അപ്പോൾ പ്രകാശമാണല്ലോ ഇമ്പോർട്ടൻ്റ്. ഒരാൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമില്ലെങ്കിൽ അയാൾ ആരും അറിയപ്പെട്ടു പോലില്ല, അല്ലേ? അതെ, ആ ഒരു ആളൊന്ന് മുമ്പോട്ട് വരണം, ആളൊന്ന് ശ്രദ്ധിക്കപ്പെടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആൾ ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളവരൊന്ന് അറിയപ്പെടണമെങ്കിലൊക്കെ ഈ പറയുന്ന അപ്പോൾ സൂര്യചന്ദ്രന്മാർ ബ്രൈറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് റെമഡീസ് വരുമോ, പരിഹാരം. ഇയാൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ പരിഹാരങ്ങൾ പല വഴിക്ക് വരും. പലരും പുള്ളിയെ സപ്പോർട്ട് ചെയ്യും. സൂര്യൻ സപ്പോർട്ട് ചെയ്യും, ചന്ദ്രൻ സപ്പോർട്ട് ചെയ്യും, അച്ഛന് തുല്യരായവരോ സപ്പോർട്ട് ചെയ്യും. ചന്ദ്രൻ്റെ കാര്യം എടുത്താൽ അമ്മയ്ക്ക് തുല്യരായവർക്കോ ആരോ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ ഒരു സപ്പോർട്ട് ചെയ്യുന്നത്. ഇയാൾ ഒരു വിഷമവും പ്രതിസന്ധിയിൽ.
പക്ഷേ അതെല്ലാം ഇണങ്ങിച്ചേരണമെങ്കിൽ സൂര്യചന്ദ്രന്മാർ മാത്രം എക്സോൾട്ടഡ് ആയിട്ട് നിന്നാൽ പോരാ, ബാക്കി പല ഗ്രഹങ്ങളും സപ്പോർട്ടീവായിട്ട് വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആളെ എല്ലാവരും പബ്ലിക് അറിയുന്നത്. ഞാനൊരു ചാർട്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ചിങ്ങലഗ്നം തന്നെ 78 ഒരു ചാർട്ടാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് 78 ഒരു ചാർട്ടിൽ മേടമാസം ജനിച്ചു, മേടത്തിൽ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നു. ഓക്കെ. പ്രത്യേകിച്ച് മേടം 10-നുള്ളിലാണ് ജനിച്ചിരിക്കുന്നത്. അപ്പം ഉച്ചത്തിൽ നിൽക്കുകയാണ്. സൂര്യനെക്കുറിച്ച് വേറൊന്നുമില്ല. ഏറ്റവും ചൂട് കൂടിയ മാസം മേടമാസം. സൂര്യൻ്റെ എക്സോൾട്ടഡ് ആയിട്ടുള്ള പൊസിഷൻ. ചന്ദ്രൻ ഇടവത്തിൽ ഉച്ചത്തിൽ. അപ്പോൾ അദ്ദേഹം രോഹിണി നക്ഷത്രം കൂടെയാണ്. ഇടവത്തിൽ ഉച്ചത്തിൽ നിൽക്കുക ചന്ദ്രൻ. ആ ചന്ദ്രനും ആ ഉച്ചസ്ഥിതി വന്നിട്ടുണ്ട് അവിടെ. ഡിഗ്രിയിൽ കറക്റ്റായിട്ട് അത് ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യചന്ദ്രന്മാർ ഭയങ്കരമായിട്ട് എക്സോൾട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പകുതി പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സോൾവായി. കാരണം നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട് ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സൂര്യനും ചന്ദ്രനും നല്ല പൊസിഷനിൽ നിന്നാൽ നല്ല മാതാപിതാക്കളായിരിക്കും അവർക്കുണ്ടാകുന്നത്. അച്ഛനും അമ്മയായിരിക്കും ഇദ്ദേഹത്തിൻ്റെ റോൾ മോഡൽ. അവരെ വിട്ടുപിരിഞ്ഞ് അല്ലെങ്കിൽ അവർക്കൊരാവശ്യമുള്ളപ്പം ഇദ്ദേഹം അവിടെ ഉണ്ടാവും. എന്ത് ക്രൈസിസ് ടൈമിലും ഈ മകൻ ഈ അച്ഛനും അമ്മയ്ക്കും ഹെൽപ്ഫുള്ളായിട്ട് അവിടെ കൂടെ വന്നിരിക്കും. കാരണം സൂര്യചന്ദ്രന്മാർ ഉച്ചത്തിൽ നിൽക്കുക, അതിനെപ്പറ്റി യാതൊരു സംശയവും വേണ്ട. തന്നെ ഇതിനകത്ത് ചിങ്ങലഗ്നവും കൂടെയാണ്. ഫാദറിൻ്റെ ഫേസ് കട്ടും ക്യാരക്ടറും ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവും. അമ്മയുടെയും കാണും ഒരു ഒരു ഇതായിരിക്കും. ഇതിനകത്ത് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് രാഹു കേതുക്കളുടെ ഇടയിലായിപ്പോയി ഈ ഗ്രഹങ്ങളെന്നുള്ള ഒരു മൈനസ് പോയിൻ്റ് ഉണ്ട്. ഈ കാലസർപ്പദോഷം പോലുള്ള ദോഷങ്ങൾ. അതായത് പുള്ളിയുടെ 2nd ഹൗസിൽ രാഹുവും 8th ഹൗസിൽ കേതുവും വന്നു. അപ്പം അതിനിടയിലെ എല്ലാ ഗ്രഹങ്ങളും വന്ന് പെട്ടു. ഇങ്ങനൊരു വരച്ചപ്പം ആ കോളത്തിനുള്ളിൽ എല്ലായി. ഇപ്പുറത്തെ കോളത്തിനുള്ളിൽ ഒന്നുമില്ല. ഇതിന് കാലസർപ്പദോഷം എന്നാണ് പറയുന്നത്. അപ്പോൾ സർപ്പ സംബന്ധമായ പരിഹാരങ്ങളൊക്കെ ഇതിന് ഒരു തരത്തിൽ കാരണം ഗ്രഹങ്ങളെല്ലാം കോർണർ ചെയ്ത് പോയല്ലോ. നവഗ്രഹ ജപങ്ങൾ, നവഗ്രഹ പൂജകൾ, സർപ്പബലികൾ, ഇതെല്ലാം കൊണ്ട് കുറേയൊക്കെ നമ്മൾ പരിഹരിച്ചു പോകും. അതിനെല്ലാം വഴിയുണ്ടാവും. കാരണം സൂര്യനും ചന്ദ്രനും വളരെ പ്രകൃതിയുടെ പ്രത്യക്ഷമായിട്ടുള്ള ദൈവങ്ങളാണല്ലോ. അവരെപ്പോഴും വഴി കാട്ടിക്കൊണ്ട് അവർ വെളിച്ചമായതുകൊണ്ട്, രണ്ടുപേരും വെളിച്ചമായതുകൊണ്ട് നമുക്ക് വഴികാട്ടിയായിട്ട് അവർ നിൽക്കും. അത് ഇയാളുടെ ഒരു ഈശ്വരാനുഗ്രഹം. മനസ്സിലായല്ലേ? ഈ അച്ഛനും മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാരും അമ്മയുടെ കുടുംബക്കാരും എല്ലാം പുള്ളിക്ക് അനുകൂലമായിരിക്കും കേട്ടോ. അച്ഛൻ മാത്രമായിരിക്കണം എന്നില്ല. അതായത് രണ്ട് സൈഡിൽ നിന്നും ആൾക്ക് കിട്ടേണ്ട സപ്പോർട്ടുകളും എല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ 7th ഹൗസിൽ അത് കിട്ടുന്നില്ല. 7th ഹൗസ് പാർട്ണർഷിപ്പിൽ ഇവിടെയും അത് പോരാ. ശനിയുടെ പൊസിഷൻ മോശമാണ്. അപ്പോൾ എല്ലാം വണ്ണറ്റായിട്ട് പ്രകൃതി നിയമം എപ്പോഴും വണ്ണറ്റ ടൈമാണ്. ഒന്നുമില്ല നമുക്ക് ഗുണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഗുണം. നമുക്കും ഗുണം, മറ്റുള്ളവർക്കും ഗുണം വളരെ റയറായിട്ടുള്ള. അപ്പോൾ അച്ഛനും അമ്മയുടെയും സപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട പാർട്ണർ, ലൈഫ് പാർട്ണർ ഒക്കെ ചിലപ്പോൾ ഇച്ചിരി സപ്പോർട്ട് കുറവായിരിക്കും. ഇതിങ്ങനെ ഒരു കയറ്റി ഇറക്കിയാണ് ഭഗവാൻ മേളിൽ നിന്ന് ആൾക്കാർക്ക്. എല്ലാം തികഞ്ഞ ആരുമില്ല എന്ന് സാരം. എല്ലാം തികഞ്ഞ ആരും ഉണ്ടാവത്തില്ല. എനിക്കെല്ലാം ഉണ്ട്, ഞാനെല്ലാം ആളാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുടെ ഉള്ളിൻ്റെ അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മൾ കാണുന്നില്ല. ഒരിക്കൽ പോലും ഒരു പെർഫെക്ഷനായിട്ടുള്ള ഒരു ലൈഫ് ഒരാൾക്കും ഇല്ല എന്ന് വേണം പറയാനായിട്ട്. എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ അവിടെ ഉണ്ടാവും, ഒരു മൈനസ് പോയിൻ്റ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ സ്വന്തം ഹെൽത്തായിരിക്കാം, അല്ലെങ്കിൽ മണി മാറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ജോലി സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെയോ വിഷമതകളും പ്രയാസങ്ങളും ആകാം, സന്താനങ്ങളെ കൊണ്ടാകാം, പാർട്ട്ണറെ കൊണ്ടാകാം. ഏതെങ്കിലും ഒന്ന്, എല്ലാവരെയും കൊണ്ടും ആയിരിക്കണമെന്നില്ല, ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് മൈനസ് പോയിന്റ്. ഇതെല്ലാം പഴയ ജന്മത്തിൻ്റെ ആ ഒരു സെറ്റ് ബാക്കാണ് നമ്മൾ അനുഭവിക്കുന്നത്. എല്ലാവരും അനുഭവിച്ച് തന്നെ പറ്റും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും ആചാര്യന്മാരൊക്കെ പറയല് ഈ ജന്മത്തിൽ നീ നല്ല ചെയ്യെന്ന് പറയുന്നു. അപ്പോൾ അതങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സൂര്യചന്ദ്രന്മാർ ഈ പക്ക ബലം ഇതിനകത്ത് വന്നെങ്കിൽ ഈ കാലസർപ്പദോഷം ഉള്ളതുകൊണ്ട് പുള്ളിക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട്
ഇവിടെ നമ്മൾ സ്റ്റോൺ കൊടുത്തിരിക്കുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കൊടുത്തിരിക്കുന്നത്. കാരണം രണ്ടുപേരും ആൾക്ക് വളരെ സപ്പോർട്ടീവാണ്, സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. റൂബി ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചന്ദ്രകാന്തം. റൂബി ഒരു 3 ക്യാരറ്റാണ്, ചന്ദ്രകാന്തം ഒരു 9-10 ക്യാരറ്റാണ് കൊടുക്കുന്നത്. കുറച്ച് കാരണം ഈ 2 പ്ലാനറ്റേ ഉള്ളൂ പുള്ളിയെ സപ്പോർട്ടിങ് ചെയ്ത് ലൈഫ് ടൈം യൂസ് ചെയ്യാം. അതിന് ദശാകാലങ്ങളോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല. ഇതാണ് അതിലുള്ള സെറ്റ് ചെയ്ത് വിടുക. അത് ആ ചാർട്ടിന് വേണ്ട ആ പവർ സെറ്റ് ചെയ്ത് വിടുക. നാച്ചുറലായിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണ്, ഒരു കൊമേഴ്സ്യൽ ക്വാളിറ്റി അല്ല. അതെടുത്ത് പറയാൻ കാരണം വെച്ചാൽ കൊമേഴ്സ്യൽ ക്വാളിറ്റി സ്റ്റോൺസ് ധാരാളം, മൂൺ സ്റ്റോണൊക്കെ കൊമേഴ്സ്യൽ ക്വാളിറ്റി ധാരാളം ഉണ്ട്, ധാരാളം സ്ഥലത്തുനിന്ന് വരുന്നുണ്ട്. അത് കൊമേഴ്സ്യൽ ക്വാളിറ്റി, അത് അതിന് വളരെ വില കുറവായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ധരിച്ചിട്ട് കാര്യമില്ല. അയ്യോ അവിടെ മൂൺ സ്റ്റോൺ എന്ത് വിലയുള്ളൂ, ഇവിടെ ഇത് കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ്. ഇപ്പം നല്ല സിൽവർ ഫിനിഷ്ഡ് ആയിട്ടൊക്കെയുള്ള നല്ല മൂൺ സ്റ്റോണുകൾ വരുന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നമ്മളത് അങ്ങനെയുള്ളത് മാത്രമേ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കത്തുള്ളൂ. നമ്മൾ ഒരു ചാർട്ടിനെ കുറിച്ച് പറഞ്ഞു. സൂര്യചന്ദ്രന്മാർ വളരെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, സൂര്യചന്ദ്രന്മാർ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള, വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ചാർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ രത്നങ്ങൾ റൂബിയും അതുപോലെ തന്നെ നല്ല ചന്ദ്രകാന്തവും നമ്മൾ ഉപയോഗിക്കണം. അത് ലൈഫ് ടൈം ആൾക്ക് ഉപയോഗിക്കാൻ ഒരിക്കലും മാറേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഹെൽത്തി ആയിരിക്കും ആൾ. കാരണം ഈ ലഗ്നാധിപൻ, ലഗ്നം എന്ന് പറയുന്നത് എൻ്റെ ബോഡി, ഞാൻ തന്നെ, മൈസെൽഫ്. അത് സൂര്യനാണല്ലോ, അത് സൂര്യൻ ഉച്ചത്തിലല്ല നിൽക്കുന്നത്. അപ്പം നല്ല ബ്രൈറ്റ്, ആൾക്ക് കാണുമ്പോൾ തന്നെ ഒരു തേജസ് കാണും, മുഖത്ത് ഒരു തേജസ് ഉണ്ടാവും, ഒരു ബ്രൈറ്റ്നെസ് കാണും. പിന്നെ റെഡ് എനർജി നന്നായിട്ട് ഉണ്ടാവും. സൂര്യൻ എന്നുള്ളതൊക്കെ ബൈ ബർത്തിലും ഉണ്ട്. മൂണാണെങ്കിലും ചന്ദ്രനാണെങ്കിലും ഈ ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആൾ എന്തെല്ലാം പ്രോബ്ലം ആണെങ്കിലും സോൾവ് ചെയ്തു പോകും. കാരണം ചന്ദ്രൻ മനസ്സിൻ്റെ കാരാഗ്രഹമാണ്. ആ ഒരു മനോബലം ഉണ്ടാവും, വരും, എല്ലാം ശരിയാവും, എല്ലാം ശരിയായിക്കോളും. ഇപ്പോൾ പബ്ലിക്കിലാണെങ്കിലും പുള്ളിക്കൊരു സ്ഥാനം ഉണ്ടാവും, അറിയപ്പെടും. ആൾ ഒരു സ്ഥാനത്തിലേക്ക് എത്തുമെന്ന് ചോദിച്ചാൽ ചിലപ്പം എത്തിയില്ലെന്ന് വരും. പക്ഷേ അറിയപ്പെടുന്ന ആളായിരിക്കും, നല്ലൊരു ആളായിരിക്കും, ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായിരിക്കും. ഇതാണ് ആ സൂര്യചന്ദ്രന്മാർ ഉച്ചത്തിൽ നിന്നാലുള്ള സ്ഥിതി. എന്നാൽ ഇത് മറിച്ച് സംഭവിക്കാം. 78 തന്നെ ഉള്ള വേറൊരു ചാർട്ട് എൻ്റെ എഴുതിയിട്ടുണ്ട്. അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അതിന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ശരിക്കും 78 നവംബറിലാണ്, മറ്റേത് മെയ്യിലായിരുന്നു. നവംബറിൽ 6 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ അത് വന്നപ്പം പുള്ളി ജനിച്ചിരിക്കുന്ന തുലാമാസം, സൂര്യന് ബലമില്ല, വൃശ്ചികക്കൂറ്, തൃക്കേട്ട നക്ഷത്രമാണ്. ശരിക്കും ആ ചന്ദ്രന് നീചസ്ഥിതി സംഭവിച്ചിട്ടുണ്ട്. സൂര്യചന്ദ്രന്മാർ നീചത്തിലാണ് നിൽക്കുന്നത് രണ്ടുപേരും. അപ്പോൾ ഒട്ടും ബ്രൈറ്റ്നെസ് ഈ ചാർട്ടിന് ഇല്ല. അപ്പം ഈ മുമ്പേ നമ്മൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ഓപ്പോസിറ്റായി ഈ ചാർട്ടിൽ. മാതൃപിതൃ ഗുണങ്ങൾ കുറവ്. ഫാദർ നേരത്തെ തന്നെ പോയി, ആൾക്ക് 3-4 വയസ്സുള്ളപ്പോൾ ഫാദർ പോയി. പിന്നെ മദറാണ് കഷ്ടപ്പെട്ട് നിൽക്കുന്നത്, മദറിനും ആരോഗ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരവസ്ഥയിൽ, കാരണം ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി. മറ്റേത് നേരെ തിരിച്ചായിരുന്നു, മറ്റവർ സപ്പോർട്ട് ചെയ്യായിരുന്നു. പുള്ളിക്ക് എന്ത് പ്രോബ്ലം വന്നാലും ഫാദർ കൂടെ ഉണ്ടാവും, ഉണ്ടാവും, നല്ല വാക്കുകൾ പറഞ്ഞ്. എനിക്ക് ഫാദറില്ല, മദറിനെ ഇദ്ദേഹം തന്നെ സംരക്ഷിച്ച് പോകണം, മദറിന് സുഖമില്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. ആ കാര്യം കൊണ്ട് പുള്ളിക്ക് വ്യാകുലതയും വിഷമതയും. കാരണം ചന്ദ്രൻ്റെ നീചാവസ്ഥ എന്ന് പറയുന്നത്, ചന്ദ്രൻ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഗ്രഹം. 4th ഹൗസാണ്. മേടത്തിൻ്റെ 4th ഹൗസ് എന്ന് പറഞ്ഞാൽ കർക്കിടകമാണ്. 4th ഹൗസ് എപ്പോഴും നമ്മളുടെ ചൈൽഡ്ഹുഡും മദർഹുഡ്, നൊസ്റ്റാൾജിക് ഫീലിങ്സൊക്കെയാണ്. അപ്പോൾ ഇത് എന്നും പുള്ളിക്കൊരു മനോവിഷമമാണ്. കുടുംബം അച്ഛനില്ല, പിന്നെ അമ്മയുടെ വർഷങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം. മാനസികമായിട്ട് ഒട്ടുമില്ല, നമ്മൾ റെക്കഗ്നീഷനും ഇല്ല. ഇയാളിങ്ങനെ ഉള്ള ആൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആൾക്കാർക്ക് അറിയത്തില്ല. വർക്ക് ചെയ്യുന്നിടത്തും അറിയത്തില്ല. ഇങ്ങനെ വർക്ക് ചെയ്യുന്നു പോകുന്നു എന്നല്ലാതെ
മറ്റൊന്നും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ക്രിയേഷനിലെ ആളാണ് സൂര്യചന്ദ്രന്മാരും ഒക്കെ. ബ്രൈറ്റ്നെസ് ഉള്ള പ്ലാനറ്റ് നമ്മളുടെ ചാർട്ടിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രിയേറ്റിവിറ്റി പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും. ഏത് കാര്യത്തിനകത്താണേലും ഇന്ന കാര്യമൊന്നുമില്ല, ഏതിനകത്തെങ്കിലും ആൾ മിടുക്കനായിരിക്കും. അപ്പോൾ ഇതിനകത്തൊന്നും ഇല്ലാതെ തന്നെയല്ല പുള്ളി ഒരു ഇൻട്രോവേർട്ടായിരിക്കും. ഇതിപ്പോൾ സൂര്യചന്ദ്രന്മാർ പോയപ്പം ഇൻട്രോവേർട്ടായി, മൊത്തത്തിൽ അളന്ന് ഒതുങ്ങി ഉൾവലിഞ്ഞ് ഒരിടത്തോട്ടും ഒരു കല്യാണത്തിനായാലും പോയാലും പുള്ളി അങ്ങ് ഒതുങ്ങി ഒതുങ്ങി നിൽക്കുക. പുറത്തേക്ക് അല്ലെങ്കിൽ മുമ്പോട്ട് വരാനായിട്ടുള്ള ഒരു ഉൾവലി ആൾക്കാർ പല കാര്യങ്ങളിലും നമ്മളെ ക്ഷണിക്കേണ്ട ആൾക്കാർ പോലും ക്ഷണിച്ചില്ല എന്ന് വരും. പല ഫങ്ഷനിലും ഫാമിലിയിലും അവർ വിട്ടുപോകും. നമ്മളതോർത്ത് മനപ്രയാസപ്പെടും, എന്നെ മാത്രം കല്യാണത്തിന് വിളിച്ചില്ല, ക്ഷണിച്ചില്ല. ഇതൊരു സത്യമായ കാര്യമാണിത്. ഞാൻ ഈ 10-30 വർഷം കൊണ്ട് മനസ്സിലാക്കിയെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം ശാസ്ത്രീയമായ തെളിവുണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനില്ല. പക്ഷേ ഇതെല്ലാം അനുഭവിച്ച ഒരുപാട് ആൾക്കാർ ഓരോ എക്സ്പീരിയൻസ് ആണിത്. നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, ഇതാണ് മെയിനായിട്ട്. അതായത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ ചാർട്ടിനെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വിശകലനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ്. ചില നോട്ടബിൾ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും ആൾക്ക്. പിന്നെ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അവരൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് സംസാരിച്ച് പറയാം, ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അതെ സാർ, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് നമുക്ക് ഏത് രത്നമായിരിക്കും ആണ്? ഇവർക്ക് പ്രധാനമായിട്ടും രത്നം സെക്കൻഡറിയേ ഉള്ളൂ. ഫസ്റ്റിലെ ഇവർക്ക് ഹെൽത്ത് ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇഷ്ടംപോലെ സൂര്യപ്രകാശം, സൺലൈറ്റ് കൊള്ളുക. കാരണം പ്രകാശം ഒട്ടുമില്ല. 2 റൂമിൽ വെട്ടമില്ല, കണക്ഷൻ കിട്ടിയിട്ടില്ല. റൂം പണിതിട്ടുണ്ട്, കണക്ഷൻ ഇല്ല, കറണ്ട് കണക്ഷൻ ഇല്ലാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഇത് സൂര്യപ്രകാശം രാവിലെ ഏർലി മോർണിംഗ് ഒരു 5 മണിക്കൊക്കെ ഇതൊക്കെ പുറത്തിറങ്ങുക, വർക്കൗട്ട് ചെയ്യുക, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അപ്പം ചന്ദ്രൻ്റെ മൈനസ് പോയിൻറ്റും ഒക്കെ മാറും. നമുക്ക് ലങ്സിന് കപ്പാസിറ്റി ആവും, കോൺഫിഡൻസ് ലെവൽ കൂടും. സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഒരു മാറ്റം, ഭയങ്കര എനർജി കിട്ടും. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്, പുള്ളി ഒരു ഹിന്ദു വിശ്വാസിയാണ്. നമ്മൾ ദിവസവും രാവിലെ നിർമ്മാലിക്കും തൊഴാൻ പോകും പറഞ്ഞു, ശിവക്ഷേത്രത്തിൽ. അപ്പം ഡെയിലി രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, പോയി ഇഷ്ടംപോലെ പ്രദക്ഷിണം വെക്കുക അവിടെ. അപ്പം തന്നെ ആൾക്ക് ഒരു ഫ്രഷ്നെസ് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും. ഒരു 10-40 ദിവസം പുള്ളി ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചെറിയ മാറ്റം വരും. മാറ്റം വരുത്താം, ഇതിനെല്ലാം നമുക്ക് മാറ്റം വരുത്താം. പിന്നെ സ്റ്റോണിലേക്ക് വന്നപ്പം, കാരണം സൂര്യചന്ദ്രന്മാർ പോയപ്പോൾ എന്താണ് പ്രധാനമായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? ശരീരവും മനസ്സും. ശരീരത്തിന് എനർജി ഇല്ല, ശക്തിയില്ല, ബലമില്ല. മനസ്സ് തീരെ തളർന്ന് കുത്തിയതുപോലുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന അടുത്തത് ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ ലഗ്നം, നമ്മുടെ ബോഡി എവിടെ, ശരീരവും മനസ്സ്, ഹോൾ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ലഗ്നമാണ്. ആ ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു? നോക്കുമ്പോൾ ലഗ്നാധിപൻ ഇവിടെ വ്യാഴമാണ്, ധനു ലഗ്നം. ലഗ്നാധിപൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. ഓക്കെ. കാരണം വ്യാഴത്തിൻ്റെ ആ ഒരു ആനുകൂല്യം ഇതിനകത്തുണ്ട്. വ്യാഴം നന്നായാൽ എല്ലാം നന്നായെന്നാണ് പറയുന്നത്. എന്നാൽ അത് അങ്ങനെ എല്ലാം നന്നാകുന്നതല്ല, ബാക്കി ഗ്രഹങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യാഴത്തെ പോലെ തന്നെ. അപ്പോൾ ഇത് ഈ ലഗ്നാധിപൻ്റെ രത്നം യെല്ലോ സഫയർ വലിയ ക്യാരറ്റ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഉപരത്നമുണ്ട്, സിട്രിൻ എന്ന് പറഞ്ഞ കല്ല്. സിട്രിൻ ഇഷ്ടം പോലെ വലിയ ക്യാരറ്റ്, 10 ക്യാരറ്റോ 12 ക്യാരറ്റോ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു യെല്ലോ സഫയർ 2.5-3 ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബാക്കി ഒരു 5-6 ക്യാരറ്റ് സിട്രിന് ഉപയോഗിക്കാം. ഒരൊറ്റ കല്ല് മാത്രം സ്യൂട്ടബിള്, ഒറ്റ കല്ല്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് സൂര്യപ്രകാശം, എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, ഈ പറഞ്ഞ അങ്ങനെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡായിട്ട് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നേരെയായി വരും. ഒരു പരിധി വരെ, പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരമല്ല, പക്ഷേ ഒരു പരിധി വരെ ആൾക്കതിനെ. നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റോണേ നമ്മൾ ധരിച്ചിട്ടുള്ളൂ, ബാക്കി ഒന്നിൻ്റെയും കല്ലൊന്നും നമ്മൾ ധരിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്.
അപ്പോൾ ആ രീതിയിൽ അതിനെ ഒന്ന് ആൾക്ക് ഒരു ചെറിയൊരു രീതിയിലൊരു പരിഹാരം എന്ന രീതിയിൽ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട്. അതെ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയാൽ വെളുപ്പിനെയുള്ള എഴുന്നേൽപ്പ് തന്നെ ഒരു സിസ്റ്റം കൊണ്ടുവരും. കാരണം ഇങ്ങനെ ഈ സൂര്യൻ നീചത്തിൽ നിൽക്കുന്ന ആൾക്കാർ പൊതുവെ ജനറലി അവർക്ക് രാത്രി കാലങ്ങളായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത്. രാവിലെ എഴുന്നേൽക്കുന്ന കുട്ടികളും ഒക്കെ അങ്ങനെ ഉണ്ട്. രാത്രി 12, 1 മണി 2 മണി വരെയൊക്കെ ഇരിക്കും മൊബൈലൊക്കെ കണ്ട്. എന്നിട്ട് രാവിലെ 9 മണിക്ക് എഴുന്നേൽക്കും. ഏറ്റവും ഒരു സ്വയം നശിച്ച സ്വയം മരണപ്പെടുക എന്ന് പറയുന്നത് സ്ലോ പോയിസണിങ് എന്ന് പറയുന്ന പോലെയാണത് ആ ഒരു കാര്യം. നിങ്ങളൊരു ചെടി എടുത്ത് ഒരാഴ്ച പെരയ്ക്കകത്ത് വെച്ച് നോക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ്റെ. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് രത്നധാരണം മാത്രമല്ല, നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ പാലിച്ചു പോകുമ്പോഴാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു മാറ്റവും ഒക്കെ നമുക്ക് കിട്ടുക. എനിക്കൊന്ന് ധാരാളം വിവരങ്ങൾ ഇന്നും നമ്മുടെ രത്നശാസ്ത്രത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി. കൂടുതൽ വിശേഷങ്ങളും രത്നവിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം.